തൊപ്പിയും ഗ്യാങ്ങും അങ്ങനെ അവസാനം അടിച്ച് പിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കുറേയധികം വീഡിയോ ഇങ്ങനെ കിടന്ന് പറന്ന് നടക്കുന്നുണ്ട്. തൊപ്പിയെക്കുറിച്ച് തൊപ്പിയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്നവർ അങ്ങേയറ്റം തൊപ്പി അതാണ്, തൊപ്പി ഇതാണ്, തൊപ്പി മറ്റതാണ്, നേരാവണ്ണം പണി ചെയ്ത കാശ് തരത്തില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ച് വിടുന്നുണ്ട്. കുറച്ചൊന്ന് കേൾക്കാം നമുക്ക്. നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. അവൻ്റെ ഷഡ്ഡി അലക്കലും അവൻ്റെ ഷൂ തുടക്കലും അവൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ഇപ്പോൾ ഈ ഒരു കൊലത്തിലായത് എന്ന് എടുത്ത് പറയേണ്ടി പരിപാടി. കാരണം എന്ന് പറയുന്നത് ഈ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തൊപ്പി ഇങ്ങനെയാണോ, തൊപ്പി ഇങ്ങനത്തെ ഒരാളാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇവരുടെ ഓരോരോ പറച്ചിലെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നേരെ ചൊവ്വേ കാശ് കൊടുത്തിട്ടുള്ള, അവർക്ക് ചെയ്യുന്ന പണിക്കനുസരിച്ച് കൂലിയില്ല എന്നൊക്കെ തരത്തിലുള്ള പരാതികളാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ അടിവസ്ത്രങ്ങൾ വരെ അലക്കി കൊടുക്കണം എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നത്. എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കാണണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്രയും നാളും അവനോടൊപ്പം നിന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണമല്ലോ നിങ്ങൾ ഇത്രയും നാൾ അവനോടൊപ്പം നിന്നത്. എന്നിട്ട് ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലാതെ നിന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവനെ പറ്റി കുറ്റം പറയാനോ അതാണ് ഇതാണ് തൊപ്പി മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയാനും എന്തോന്നടേ ഇതൊക്കെ. അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇത്രയും നാൾ നിങ്ങൾക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ അവനോടൊപ്പം നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ കുറേ നാളായല്ലോ ഈ പറയുന്ന തൊപ്പിയോടൊപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾക്ക് അവൻ ശരിയല്ല, അവൻ അങ്ങനെയാണ്, അവൻ കാഴ്ച തരുന്നില്ല, അവൻ്റെ അത് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരാനുള്ള കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ? കൊള്ളാം എന്തായാലും. ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ഇതിപ്പോൾ എത്രത്തോളം ശരിയാണെന്നോ എത്രത്തോളം ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നോ ഇനി എന്താണ് ഇതിൻ്റെ പിന്നിലെ കളികളെന്നോ ഒന്നും തന്നെ നമുക്കറിയത്തില്ല. അതൊക്കെ ചിലപ്പോൾ ഈ വഴിയെ പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകാം. ഇപ്പോൾ നിലവിലെന്തായാലും തൊപ്പിയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇവരൊക്കെ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന നിലവിൽ നമ്മുടെ തൊപ്പി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള കരക്കമ്പികളും കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന രീതി ഡീആക്ടിവേറ്റ് ചെയ്തോ പ്രൈവറ്റ് ആക്കി വെച്ചേക്കുന്നോ എന്നൊന്നും അറിയത്തില്ല. ഈ വിഷയത്തിന് ശേഷം എന്നൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ഓരോന്ന് കേൾക്കുന്നത്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കൂട്ടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവർക്കും ബെനിഫിറ്റ് ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ കൂടെ നിന്ന് പണി ചെയ്യുന്ന ഒരാൾക്ക് കൂലി കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഇനിയിപ്പോൾ എന്ത് ജോലിയായാലും എന്ത് തേങ്ങയായാലും എന്ത് ചക്കയായാലും, അല്ലാതെ ഓസിന് വന്ന് പണി ചെയ്യാനായിട്ട് ആരും നിൽക്കത്തില്ലല്ലോ. അപ്പോൾ കൂലി എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എന്ത് പണി ചെയ്താലും അതിന് കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ തൊപ്പി എന്നല്ല ആരായാലും. തൊപ്പി അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനി എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് അറിയത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ തൊപ്പിയുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. തൊപ്പി പ്രതികരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും തൊപ്പി രംഗത്ത് വരണം. തൊപ്പി രംഗത്ത് വന്നേ പറ്റത്തുള്ളൂ. തൊപ്പി രംഗത്ത് വന്ന കാര്യം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അത് തീർച്ചയായിട്ടും വഴിയെ പ്രതീക്ഷിക്കും. കാരണം പറഞ്ഞാൽ ഇവരിപ്പോൾ ഓരോ യൂട്യൂബ് ചാനലുകളുമായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചുകൊണ്ട് അതിലൊക്കെ തന്നെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. കാരണം രാവിലെ തുറന്നു നോക്കുമ്പോഴത്തേക്കും കുറേ ചാനലുകളിൽ ഇതുപോലെ വീഡിയോസ് ഇങ്ങനെ അത് ഇത് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് വന്ന് കിടക്കുവാണ്. എനിക്കൊന്ന് ഇവർ ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലിങ്ങനെ ഇടുകയാണ്. ഇനി വരുമാനം കൂട്ടാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാവുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടെ വീഡിയോസിൽ താഴെയൊക്കെ വരുന്ന കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ സ്ക്രിപ്റ്റഡ് ആണ്, അടുത്ത ഫോർച്യൂണറിനുള്ള വകുപ്പ് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം കമൻറ്റുകൾ ചെയ്യുന്നത് കാണാം. നമുക്കറിയത്തില്ല ഇതിൻ്റെ റിയാലിറ്റി എന്താണ്, അതാണ് ഇതാണെന്ന്. ഇപ്പോൾ ഇവരുടെ ഈ ഒരു ഭാഗം മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തൊപ്പിയുടെ ഭാഗം വരും. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അതും ഇത് മറിച്ചതൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം തുറന്നടിച്ച് പറയണമല്ലോ, പണി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂലി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതിപ്പോൾ ആരായാലും അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ഈ പറയുന്ന രീതിയിൽ വന്ന് ഈ താളമടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ ആയാലും തൊപ്പിയോടൊപ്പം കൂടിയിട്ട് തന്നെയാണ് കുറച്ചൊക്കെ ഒന്ന് ഫെയിം ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. അല്ലാതെ ആർക്കറിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ? തൊപ്പിയുടെ കൂടെ കൂടി അവന് ശമ്പളം കൊടുത്തില്ലേ കൊടുക്കാതിരിക്കുക, മറ്റത് മറിച്ച് സ്ക്രിപ്റ്റ് എന്ത് തേങ്ങയായാലും ഈ ഇരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെയും തീർച്ചയായിട്ടും തൊപ്പിയോടൊപ്പം കൂടിയിട്ട് തന്നെയാണ് 4 പേര് അറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. കുറച്ച് റീച്ചൊക്കെ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുള്ളതെന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ തൊപ്പി വന്ന് അതാണ് ഇതാണ് മറ്റേതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ
എന്താണ് ഉദ്ദേശം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം. എന്നാലും തൊപ്പി എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കേണ്ടതും അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വശം മാത്രം കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ലല്ലോ. രണ്ട് വശവും കൂടെ കേട്ടിട്ട് ആരുടെ ഭാഗത്താണ് ന്യായം, ഇനി രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ടോ, രണ്ടുപേരുടെ ഭാഗത്തും അതൊരു സ്ക്രിപ്റ്റഡ് എന്നുള്ള തരത്തിലോട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ തീർച്ചയായിട്ടും നോക്കേണ്ടിയിരിക്കുന്നു. തൊപ്പിയും കൂടെ എന്തെങ്കിലും പറയുമോ എന്നുള്ളത് നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ തൊപ്പിയും മറുപടി പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പച്ചയ്ക്ക് കൂട്ടത്തിൽ നിന്നവർ തന്നെ എടുത്തിട്ട് അലക്കിയതെന്ന് പറയുന്നത്. എന്തായാലും നല്ല അലക്കലായിരുന്നു, അതിൽ ഒരു സംശയമില്ല. നല്ല രീതിക്ക് തൊപ്പിക്കിട്ട് അലക്കിയിട്ടുണ്ട്. നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ആക്കുന്നത്. പക്ഷെ ഞാൻ പറയാം ഗൈസ്, എല്ലാം ഫേക്കാണ്. അവന് ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ അവൻ കൊടുക്കും. ആ കൊടുക്കുന്നതിന് 2 രൂപ കൊടുക്കുന്നതിന് 10 രൂപ അവൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള നല്ലവൻ ഇമേജ് അവൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അവൻ അത് കൊടുക്കും. അത് നമുക്ക് അത്രയും കൃത്യമായിട്ട് നമ്മളവരുടെ കൂടെ ഉണ്ടായ ആൾക്കാരെ നമുക്കത് അത്രയും കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇതില് ഈ തൊപ്പി എന്തോ ആരെയും കണ്ട കാശ് കൊടുത്ത് സഹായിച്ച കാര്യമോ മറ്റൊന്നും കൊണ്ടൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം, അതിനുള്ളിൽ ആരെ സഹായിക്കുന്ന തരത്തിലോട്ട് കാര്യം മാറിയാൽ അതൊരു റീച്ചിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വ്യൂസ് കയറാനും അതോടൊപ്പം തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു റീച്ച് ഉണ്ടാക്കാനും ഒക്കെ തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരും ഈ സഹായം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് എടുക്കുന്നതെന്ന് പറയുന്നത്. അതിപ്പോൾ തൊപ്പി അങ്ങനെയാണ് ചെയ്തത്, തൊപ്പി അതാണ് ചെയ്തത്, തൊപ്പി ഇതാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടോ അതിൽ നമുക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപയോഗമുണ്ടോ അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഭൂരിഭാഗം വ്യക്തികളും ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നത്. അതിലിപ്പോൾ തൊപ്പിയെ മാത്രം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ എന്തായാലും ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവന് അതിന് ഉപയോഗം കാണും. പക്ഷെ എന്നാലും ആ ചെയ്ത വ്യക്തിക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായെങ്കിൽ അത് അത്രയും നല്ലതല്ലേ ശരിക്കും പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ ഈ പറയുന്ന തൊപ്പിയാൻ ഗ്യാങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്, അതോടൊപ്പം തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടമുണ്ട് എന്നുള്ളത് ഇവർ ഈ വന്ന വീഡിയോസിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ തുറന്നു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു റിയാലിറ്റി ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് നാട്ടുകാരെ അറിയിക്കുക, അതിലൂടെ കുറച്ച് റീച്ച് നല്ല രീതിക്ക് ഇപ്പോൾ ഡൗൺ ആണെങ്കിൽ അതൊന്ന് നല്ല രീതിക്ക് കുറച്ചുകൂടി ഒന്ന് റീച്ച് കയറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുക, അതിലൂടെ വരുമാനം കൂട്ടുക. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ആ ഗ്യാങ് ഞങ്ങളിതാ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഒരു തരത്തിലോട്ട് മാറുകയൊക്കെയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടന്മാരായി മാറുന്ന ഒരു സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ തന്നെ പൊളിച്ചടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല വിധേനയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊരു പുതിയൊരു സംഭവമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇത് തൊപ്പിയും ഗ്യാങ്ങുമായിട്ടുള്ള ഈ ഒരു അടിച്ചു പിരിയൽ സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്, ഇത് ഫേക്കാണോ, ഇത് റിയൽ ആണോ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ തൊപ്പിയുടെ മറുപടിയും ഇതിൽ വരേണ്ടതുണ്ട്. ആ മറുപടി വന്നതിന് ശേഷം തീർച്ചയായിട്ടും 2 ഭാഗവും കൂടി കുട്ടിയും കഴിച്ച് നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം, തൊപ്പിയും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി, അതല്ല ഇവർ ശരിക്കും ഈ ഒരു തരത്തിൽ അടിച്ച് പിരിഞ്ചാച്ചോ, തൊപ്പി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്കെതിരെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് തുറന്നു പറയണമല്ലോ, സംഭവം ഇതൊരു നല്ല പരിപാടിയാണ്. ഈ ലൈവ് സ്ട്രീമിങ്, ഈ ഗ്യാങ് ചേർന്നുകൊണ്ടുള്ള ഒരു ലൈവ് സ്ട്രീമിംഗ് പരിപാടി നല്ലൊരു പരിപാടിയാണ്. കാരണം ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കൊണ്ടൊന്നും ഇങ്ങനെ ഒരു ബോംബിട്ട് പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നതിന് സംശയമാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഒരു മണ്ടത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നത്. അതായത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ ആ ഒരു ഗ്യാങ് മൊത്തം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഒരു റീച്ചോട് കൂടി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള മുന്നോട്ട് പോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ അവർ ഈ ഒരു പരിപാടി എന്തിനാണ് ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് എന്നുള്ളത്.